ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോൾ വന്നത്. നമ്മുടെ സിറ്റി മണ്ണിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ആ കോൾ വന്നത്. എന്തായാലും ഞാൻ ആ കോൾ വന്നപ്പോൾ തന്നെ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടി ഇട്ടോടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നേരെ വണ്ടി കയറി നേരെ ആക്സിഡൻറ്റ് നടന്നിടത്തേക്ക് പോവാണ്. എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നത് വെച്ച് എനിക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു ടോൾ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമുക്ക് സൈറനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകാം. എന്തായാലും നമുക്ക് വേഗം തന്നെ അവിടെ എത്തണം. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ സൈറൻ ഇട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ. ഞാൻ ഇട്ടതായിരുന്നു, പെട്ടെന്ന് പിന്നെ ഓഫ് ആയതുകൊണ്ട് ഇച്ചിരി കൂടി നീക്കി നിർത്തിയിട്ട് നമുക്ക് എന്തായാലും ഒന്നുകൂടി ഇടാം. ഓക്കെ, നമ്മളെന്തായാലും സൈറനൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ആ ആക്സിഡൻറ്റ് നടന്നിടത്തേക്ക് പോവാം. അവിടെ പോയിട്ട് നേരെ ഇനി കാണിക്കാം. ഓക്കെ കേസ്, എന്തായാലും ഞാനിവിടെ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇച്ചിരി കൂടി അവിടേക്ക് പോകാനുണ്ട് കേസ്. എന്തായാലും പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു ആംബുലൻസ് വന്നെടുക്കുന്നുണ്ട്, പക്ഷേ അത് കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മൾ വിളിച്ചത്. എന്തായാലും നമുക്ക് ഇവരെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, എന്തായാലും ഞാൻ അവരെ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ ആക്കി. അതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഇന്ന് രാവിലെ വേറൊരു കോളും വന്നു. നമ്മുടെ സുമതി വളവിൽ ഒരാൾ ബോധം കെട്ടിട്ടാണോ എന്നറിയില്ല, എന്തായാലും അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ആളെ വിളിച്ചിട്ടൊന്നും ആൾ എണീക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും എൻ്റെ അടുത്ത് ഞാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോണത്. ഈ സ്ഥലത്താണെങ്കിൽ പിന്നെ നല്ലോണം സ്പീഡ് എടുത്ത് പോയാൽ നമുക്കും കൂടി ആക്സിഡൻറ്റ് പറ്റിപ്പോകും. അതായത് ഇവിടുന്ന് ലെഫ്റ്റാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇങ്ങനെ കയറി പോവാം. രാത്രി ഇങ്ങോട്ടൊന്നും വരരുതെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ വന്ന ആൾ ഇവിടെ പുതിയതാണെന്ന് തോന്നുന്നു. ആർക്ക് ഒന്നും അറിയില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് അവിടം വരെ പോവാം. ഇവിടുന്ന് ആരെയും കാണുന്നില്ലല്ലോ. എന്തായാലും ഇച്ചിരിയും കൂടി മേളിലേക്ക് കയറി നോക്കട്ടെ. ചിലപ്പോൾ എല്ലാവരും അവിടെ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും ഞാൻ ഇവരെയൊക്കെ കൂടി ഹോസ്പിറ്റലിലേക്ക് ആക്കിയിട്ട് അവിടെ എത്താറാകുമ്പോൾ കാണിക്കാം ഗൈസ്. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാം. ആള് എങ്ങനെയാണ് ഇതായെന്നൊന്നറിയില്ല. ആൾ ഇതുവരെ എണിച്ചിട്ടില്ല, ഒറ്റ കെടുപ്പാണ്, കണ്ണ് തുറക്കുന്നതില്ല. എന്തായാലും ഞാൻ ഇവിടെ ആളെ ഇറക്കിയിട്ട് കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് ഓക്കെ ഗൈസ്, എന്തായാലും ആളെ ഞാൻ ഹോസ്പിറ്റലിലാക്കിയിട്ട് അവർ ഡിസ്ചാർജ് ഇന്ന് തന്നെ ആക്കി. കാരണം ആൾ ജസ്റ്റ് ഒന്ന് ബോധം കെട്ട് തലകറങ്ങി വീണതാണ്. അപ്പം സുമതി വന്ന് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചതാണ്, അല്ലാണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ഗൈസ്.